നമസ്തേ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് മകരം രാശിയിലെ ജനിച്ചവരുടെ ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ള ഫലങ്ങളെയാണ് പരിശോധിച്ച് പറയുന്നത്. അത് മകരം രാശിയിൽ വരുമ്പോൾ ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം വരും, തിരുവോണം വരും, ആവട്ടത്തിൻ്റെ ആദ്യത്തെ അരഭാഗം വരും. ഇത്രയാണ് അതിൽ വരുന്നത്. അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. കൂട്ടത്തിൽ ഈ വീഡിയോയുടെ അവസാനം നല്ല കുറച്ച് ദിവസങ്ങളുടെ കാര്യവും കടമിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ പറയുന്നുണ്ട് അവസാനം വരെ. അതുകൊണ്ട് ഇത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടും. ഇനി ഈ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഗ്രഹസ്ഥിതി ആദ്യം പരിശോധിക്കാം. നമ്മൾ അറിയാം, സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണിത് നമ്മൾ മാസഫലങ്ങൾ പറയുന്നത്. അപ്പോൾ മകരം രാശിക്കാരുടെ സമയം 2-ൽ വ്യാഴം ശനിയുണ്ട്. അത്ര ആശ്വാസകരമല്ലെങ്കിൽ സുക്ഷേത്രാധിപനായതിനാൽ വലിയ കുഴപ്പമില്ല. 3-ൽ രാഹുണ്ട്, വളരെ നല്ലതാണ്. അതേപോലെ 5-ൽ വ്യാഴമുണ്ട്, വളരെ ശ്രേഷ്ഠകരമാണ്. 6-ൽ രവിയുണ്ട്, അതും വളരെ നല്ലതാണ്. 6-ൽ തന്നെ ബുധനും ശുക്രനും ഉണ്ട്. അതിൽ ബുധനും അനുകൂലമാണ്. ഇതാണ് ഈ വരുന്ന ഒരു മാസത്തിൽ. ഇതിൽ മാറുന്നുണ്ട്. ചൊവ്വ മാറുന്നുണ്ട്, പിന്നെ ബുധൻ മാറുന്നുണ്ട്, ശുക്രൻ മാറുന്നുണ്ട്. ആ മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദ്യം ഫൈനാൻസാണ്. ഫൈനാൻഷ്യൽ സൈഡിൽ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ലഭിക്കാനുള്ള കാശെല്ലാം കിട്ടും. പൊതുവെ വളരെ അനുകൂലമായൊരു അവസ്ഥയാണ് ഈ മാസം ഉള്ളത്. വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം, ഈ വരുന്ന ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വളരെ അനുകൂലമായ ചുരുക്കം 3-4 മാസങ്ങളിലൊന്നാണ്. രാജയോഗം തന്നെ ലഭിക്കാൻ അവസരമുള്ളൊരു മാസമാണിത്. കാരണം സൂര്യൻ്റെ 6-ലെ സ്ഥിതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യലി വളരെ നല്ലൊരു സമയമാണ്. കിട്ടാനുള്ള കാശെല്ലാം കിട്ടും. കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. കിട്ടാക്കടങ്ങളുണ്ട്, അത് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. ചെറിയ തോതിൽ റിസ്ക് എടുക്കുന്നതൊന്നും യാതൊരു തെറ്റുമില്ല. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും 8-ാം ഭാവാധിപനായ രവിയാണ് 6-ൽ. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വല്ല ഗിഫ്റ്റെല്ലാം കൊടുക്കേണ്ടി വരും കിട്ടാനുള്ള കാശിന്. അത് കൊടുത്താലും തെറ്റൊന്നുമില്ല. കൊടുക്കാൻ വേണ്ടി ഒരു റിസ്ക് എടുത്താലും അത് നമുക്ക് ഇതെല്ലാം കിട്ടും. അതുപോലെ തന്നെ പ്രൊഫഷണൽ മാറ്റേഴ്സിന്, ബിസിനസ്സുകാർക്ക്, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തൊഴിൽദായകർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഡോക്ടേഴ്സിന് തുടങ്ങിയ എല്ലാ പ്രോജക്റ്റ് വർക്കേഴ്സ്, പ്ലാനിങ് മെമ്പേഴ്സ്, അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. അവരുടെ കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ഒരു അവാർഡ്, പ്രൊമോഷൻ, ഇഷ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, ഒരുപാട് അങ്ങനെയുള്ള പാരിതോഷികങ്ങളെല്ലാം കിട്ടാനുള്ള എല്ലാ അവസരമുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. വളരെ അനുകൂലമായൊരു മാസമാണ്. അതുകൊണ്ട് ഇത് ശരിക്കും മുതലെടുത്ത് മുമ്പോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പൊതുവേ ഈ മകരം രാശിക്കാർക്ക് ഈ വർഷം വലിയ കുഴപ്പമില്ല. എങ്കിലും ഇത് വളരെ നല്ല ഒരു സമയമാണ്. അതുകൊണ്ട് അത് മുതലെടുത്ത് കൊണ്ടുപോവുക. ഫൈനാൻഷ്യലി ഓക്കെയാണ്, പ്രൊഫഷണലി ഓക്കെയാണ്. പിന്നെ എന്താണ് നോക്കുന്നത്? IT വർക്കേഴ്സ്, ചാനൽ വർക്ക്, എല്ലാവർക്കും വളരെ പ്ലാൻ ചെയ്യുന്നവർക്കെല്ലാം നല്ലതാണ്. അത് വിദ്യാർത്ഥികൾക്ക്, ഫാമിലി ദമ്പതികൾ, അവരവരുടെ ചിരകാല അഭിലാഷങ്ങളോ അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സ്നേഹങ്ങൾ കൂടുതൽ കൂട്ടിയുറപ്പിക്കാനൊക്കെ പറ്റിയ സമയമാണ്. ആ 2 പേർക്കും സന്തോഷമുള്ള സമയമാണ്. അല്ലെങ്കിൽ ഈ രാശിക്കാർ മറ്റവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കണം. വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ട് അവരെല്ലാം കൊണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കറങ്ങുകയോ അവരുടെ എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ വീട്ടിലേക്ക് ആവശ്യമായ സാമഗ്രികൾ കൂടുതൽ മേടിക്കുകയോ പുതിയ കാറോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ പെണ്ണുങ്ങൾക്ക് ആവശ്യം വാങ്ങിച്ചു കൊടുക്കുക. ലേഡീസും അതേപോലെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഈ ഒരു മാസം നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുക. അതുകൊണ്ട് പ്രേമിക്കുന്നവർക്കും കപ്പിൾസിനുമൊക്കെ ഒരു അനുകൂലമായ സമയമാണ്. സ്റ്റുഡൻസിന് നന്നായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റും. ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ല മാസമാണിത്. അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവരുടെ പലർക്കും പോയി 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. അതൊക്കെ ഇപ്പോൾ നല്ല ഐഡിയാസ്, നല്ല സജഷൻസ്, റെക്കമെൻഡേഷൻസ് കിട്ടുന്നൊരു കാലഘട്ടമാണ്. അത് ഉപയോഗിക്കുക. അതുപോലെ പിന്നെ മുതിർന്നവർക്ക് അവർക്കും വളരെ അനുകൂലമായ സമയമാണ്. അനുകൂലമായ സമയം എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ ചില സമയത്ത് അവരുടെ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാസം പോയാൽ നിങ്ങളുടെ കറക്റ്റായിട്ട് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഡോക്ടേഴ്സിനെ ചികിത്സ ചെയ്യാൻ കഴിയും. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസീസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് പറ്റിയ മാസമാണത്. അത് ശരിക്കും ഉപയോഗിക്കുക. എന്നിട്ട് അത് ശരിയാക്കി എടുക്കുക. ഇനി ഞാൻ പറയാം, അടുത്ത മാസം 5-ാം തീയതി പിന്നെ കർത്തവാണ്. അപ്പോൾ
ആ സമയത്ത് ലേഡീസിന് മെൻസസ് സംബന്ധമായും അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങൾ, തൈറോയ്ഡ്, അതുപോലെ വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മകരരാശിക്ക് വരുമ്പോൾ കാലിൽ നീര് വരാൻ ചാൻസ് ഉണ്ട്, കാലിൽ വേദന വരാനുണ്ട്, അതൊക്കെ വരാം. കാൽ വണ്ണയിലൊക്കെ നീര് വരാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ഒന്ന് ആ സമയമാകുമ്പോൾ അവർ കൂടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പാനിക് ആകേണ്ട ആവശ്യമില്ല, ടെമ്പററിയാണ്. പിന്നെ മകരരാശിക്കാർക്ക് ജൂൺ മാസം 23, 25, 26, 28, 29 ദിവസങ്ങൾ കൊള്ളാം. അടുത്ത മാസം 1, 2, 8, 9 ഈ 4 ദിവസങ്ങൾ കൊള്ളാം. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ. ഇനി ഞാൻ കടമിടാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളാണ് പറയുന്നത്. അത് മുമ്പ് പല വീഡിയോകളിലും അതിൻ്റെ റീസണും കാര്യവും പറഞ്ഞുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ആ മുഹൂർത്ത സമയങ്ങൾ മാത്രം പറയാം. ജൂൺ മാസം 15-ാം തീയതി രാവിലെ 8:30-നും 10 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ്. അതേപോലെ 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4:15-നും 5:30-നും മധ്യ നല്ല സമയമാണ്. 45 മിനിറ്റ്സേ ഉള്ളൂ. ഈ സമയത്തൊക്കെ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്താലും വളരെ നല്ലതാണ്. 22 ശനിയാഴ്ച രാവിലെ 8 മണിക്കും 9:30-നും മധ്യേ. 22 ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യേ. 25 ചൊവ്വാഴ്ച 12-നും 1:30-നും മധ്യേ ഉച്ചയ്ക്ക്. 29 ശനിയാഴ്ച രാവിലെ 7:30-നും 9 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. 29 ശനിയാഴ്ച. ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിക്കും 8:30-നും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. ജൂലൈ 6 ശനിയാഴ്ച 7-നും 8:30-നും മധ്യേ. ജൂലൈ 9 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-നും 3:30-നും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. 13-ാം തീയതി 2 മുഹൂർത്തമുണ്ട്. രാവിലെ 6:30-നും 8 മണിക്കും മധ്യമുള്ള സമയം അനുകൂലമാണ്. രാവിലെ 6:30-നും 8 മണിക്കും. അതേപോലെ 13-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കും 2:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ട് ശരിയാക്കി നിങ്ങളുടെ കടങ്ങളൊക്കെ വിടാൻ ശ്രമിക്കുക. മറ്റുള്ള എല്ലാ രീതിയിലും മകരരാശിക്കാർക്ക് ഒരു അടിച്ചു പൊളിച്ചൊരു സമയമാണ്. അവർക്ക് എന്താണ് രാജയോഗപ്രദമായൊരു മാസമാണ്. അത് ശരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.